Tiruchendur temple story here. Yeah, significance. Scripted, guys. So we'll check. I don't know much significance. So in this book, each temple significance is given. So we'll find Tiruchendur temple. Yes. അരുൾമുഖ് സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ തിരുച്ചെന്തൂർ. അടിപൊളിയല്ലേ? ഇത് കൊള്ളാം. ഒരു വൃത്തിയിടുന്നു. അങ്ങനെ ഞങ്ങൾ തിരുച്ചെന്തൂർ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. This is Meril and this is Ravi Annan and this is not my mom. She's taking the numbers. എന്താണ് അണ്ണാ തിരുച്ചെന്തൂരിൽ നമ്മൾ കാണാൻ പോകുന്നത്? മെറി ബോയ് മെറിൽ. എന്താണ് തിരുച്ചെന്തൂരിൽ നമ്മൾ ആരെ കാണാൻ പോവാണ്? ഹൈക്കോ? കടല് രവിയണ്ണൻ കറക്റ്റ് ആയിട്ട് പറയാം. എന്താണ് നമ്മൾ LMRKയുടെ പാതകൾ പിന്തുടർന്ന് നമ്മൾ ഫസ്റ്റ് തിരുച്ചെന്തൂറാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. സൂരജണ്ണനും ശങ്കരണ്ണനും ഞങ്ങൾക്ക് കുറച്ച് ഗൈഡൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരുച്ചെന്തൂർ മുളന്തുരുത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു 7-8 മണിക്കൂർ എടുക്കും. ഇറ്റ്സ് ലൈക്ക് 1:30 now. We should be there by 10 PM I am thinking. അപ്പോൾ അത് കഴിഞ്ഞ് പഴനിയൊക്കെ പോകണമെന്നുണ്ട്. പക്ഷെ തിരുച്ചെന്തൂർ എത്തി മിക്കവാറും ഞങ്ങൾ അവിടെ തന്നെ സ്റ്റക്ക് ആവുമെന്നാണ് തോന്നുന്നത്. This is our photographer today. Ford Eco Sport. രവിയാണ് ഓടിക്കില്ലേ മാനുവൽ? അപ്പോൾ കുഴപ്പമില്ല. മെറിലണ്ണൻ ഓൺലി ഓട്ടോമാറ്റിക്. ഞാൻ എങ്ങനെ കുംഭമേളയ്ക്ക് പോകുമ്പോൾ ഞാൻ ക്യാമറ എടുക്കണോ എന്ത് ചെയ്യണം? മെറിലണ്ണ ഈസ് വർക്കിംഗ്. നമ്മുടെ കൂടെയുള്ള അശ്വത്ഥാമനെ കാണിക്കൂ. വെർ ഈസ് അശ്വത്ഥാമ ആൻഡ് സ്പൈഡർമാൻ ഗോയിങ്? Yes, Ajodama guys. Merlana's new friend. Merlana, do you like him? Yeah. അങ്ങനെ വെൽക്കം ബാക്ക് ടു അവർ വാട്സാപ്പ് ബ്ലോഗ്. എന്തൊക്കെയുണ്ട് രവിയണ്ണ വിശേഷം? സുഖമൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ തിരുച്ചെന്തൂർ പോവുകയാണ്. So we are on our way. So usually vlogs are very curated guys. So this vlog is also curated. Don't think that this vlog is not curated. ഈ ട്രിപ്പിനിടെ പല പ്രശ്നങ്ങളുണ്ടാകും. അതൊന്നും മിക്കവാറും ഞങ്ങൾ കാണിക്കില്ല. അതെല്ലാ വ്ളോഗിലും അങ്ങനെയാണ്. So this is a curated vlog. I'm just curated vlog with curated reality. അതെ. ഓർക്കായിരുന്നു ഞാനിങ്ങനെ കുറേ വ്ളോഗ് ഇടുമെങ്കിലും at the end of the day that is also curated. ഞാൻ എത്രയൊക്കെ ഒത്തന്റിക് ആയി കാണിക്കുകയാണെങ്കിലും ഇപ്പൊ ഞാൻ അമ്മയായിട്ട് വഴക്കിടണമെന്നോ അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനായിട്ട് പ്രശ്നം ഉണ്ടാകും നമ്മൾ വ്ളോഗിങ് കാണിക്കില്ല. So I felt that is not right if I'm only showing like that, and it's also a little stressful. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ in a way we'll have to start acting even when you are not feeling that good. So that is why we have to follow a digitally minimalistic life. Yes. പറഞ്ഞു വരുന്നത് അതെ. Then we'll come to reality slowly. So അടുത്തതായി രവിയണ്ണനായിരിക്കും. രവിയണ്ണൻ ഞാൻ ആ ബുക്ക് പാസ് ഓൺ ചെയ്തിട്ടുണ്ട്. രവിയണ്ണൻ will let us know how it is. എന്തോ White Lotus is Osho's book on Bodhidharma. That's a very nice book actually. മറ്റേ ബുക്ക് ഡിജിറ്റൽ മിനിമലിസം എന്ന് പറഞ്ഞ് ലൈക്ക് ഇഫ് യു ആർ സമ്മൺ ഹൂ ഹാസ് if you are facing the ill effects of social media, if you are someone who is not at all okay with, then definitely don't read it. But you are feeling a little stressed out, you don't know why that is happening, you feel FOMO, ഒരു ആങ്ഷ്യസ്നെസ് ഒക്കെ എപ്പോഴും എന്താ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലാണ്ട് തോന്നുവാണെങ്കിൽ it might most probably because of how you are consuming Instagram, Facebook, WhatsApp, Netflix and all that. Then ആ ബുക്ക് വായിക്കണം നല്ലതായിരിക്കും. ബിക്കോസ് യൂഷ്വലി നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. ബട്ട് എന്താ വരുന്നതെന്ന് വെച്ചാൽ വി റീഇൻസ്റ്റാൾ ഇറ്റ് ആൻഡ് വിൽ ഗെറ്റ് ബാക്ക്. ചിലപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഡീറ്റോക്സ് എടുക്കും കുറച്ച് നാളത്തേക്ക്, പക്ഷെ പിന്നെ അത് ഓക്കെ ആയില്ല. പക്ഷേ ഈ ബുക്കിലൊരു സുനാമി പോലെ വരും. അതെ. പക്ഷേ ഈ ബുക്കിലൊരു പ്രോപ്പർ നമുക്കൊരു ലേ ഔട്ട് തന്നിട്ടുണ്ട് എങ്ങനെ അത് ചെയ്യണം ആൻഡ് എന്തുകൊണ്ടത് ചെയ്യണം, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡു ഇറ്റ്. നമുക്കൊരു വൈയോ ആ റീസണൊക്കെ അറിഞ്ഞാലേ നമുക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പം അതാണ് കാര്യങ്ങൾ. നമ്മളിപ്പം എവിടെ എത്തി? നമ്മളിപ്പോൾ വൈക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ MC റോഡിലാണ്, കോട്ടയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം വഴി ആണ് നമ്മൾ പോകുന്നത്. നമ്മളിടക്ക് ചില ബ്രേക്സ് ഒക്കെ എടുക്കും, കുറച്ച് ഫുഡൊക്കെ കഴിക്കണ്ടേ? ഫുഡൊക്കെ കഴിക്കാം. നെക്സ്റ്റ് ഫുഡ് വ്ലോഗ് ഫുഡ് എന്തായാലും കഴിക്കണം. സോ മെർലണ്ണൻ ഇൻട്രൊഡ്യൂസ്. മെർലണ്ണനാണ് നമ്മുടെ എറണാകുളം പ്രോഗ്രാം
എല്ലാ കോർഡിനേഷൻ ലക്ഷ്മിയൊക്കെയും മെറിലണ്ണനും കൃഷ്ണ അണ്ണനൊക്കെയാണ്. സോ ദിസ് ഇസ് മെറിലണ്ണൻ and this is Ravishankar. You might have seen him in our Kedarnath vlogs, WhatsApp, I don't know, കണ്ടു കാണും. രവി അണ്ണൻ is a very good tattoo artist. So if you want some tattoos, നിങ്ങൾ രവി അണ്ണനെ കോൺടാക്ട് ചെയ്യുക പ്ലീസ്. അതെ അതെ, ഞാനാണ് മല്ലു ബോയ് ചാനലിന്റെ പോഡ്കാസ്റ്റ്. മല്ലു ബോയ്, അതെ 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 വൈശു 90. അതെ അതെ, ഇംഗ്ലീഷ് ചാനൽ ഇട്ടിട്ട് ഞാനൊന്ന് മടുത്തു ഗൈസ്. അതാണ് സത്യം പറഞ്ഞാൽ ഞാൻ മലയാളത്തിലോട്ടൊന്ന് ട്രാൻസിഷൻ ചെയ്തത്. ഇംഗ്ലീഷ് ഞാൻ നിർത്തി ഇനി ഒരു ഇംഗ്ലീഷ് ചാനലാക്കാന്ന് ഓർത്ത്. അതായത് ഹിന്ദി ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഗസ്റ്റും ശ്രേഷ്ഠ ഭാഷയ്ക്ക് കുറച്ചുകൂടി പവർ. അതെ അതെ, ഞാൻ ഓർത്ത് ഇനി അത് ഇംഗ്ലീഷ് ആക്കാന്ന് ഓർത്ത്. ബിക്കോസ് ഞാൻ നോക്കുമ്പോൾ അനലിറ്റിക്സ് നോക്കുമ്പോൾ അത് ഫുൾ ഇന്ത്യക്കാരാണ് കേൾക്കണം. ഇങ്ങനെ ഫോറിൻ ഓഡിയൻസ് വളരെ കുറവാണ്. ഞാൻ ഓർത്തിന് കുറച്ച് ഹിന്ദി ആൻഡ് മലയാളം വിത്ത് സബ് ടൈറ്റിൽസ്. മലയാളത്തിൽ ആക്ച്വലി യൂട്യൂബിൽ ഓട്ടോമാറ്റിക് സബ് ടൈറ്റിൽസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു മലയാളം വീഡിയോ ഇടുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഇംഗ്ലീഷിലാക്കും അത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ ബി ഓൺ ദിസ് ട്രിപ്പ്. നമ്മൾ തിരുച്ചെന്തൂർ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയുന്നതായിരിക്കും. ഇവിടെ നമ്മള് മതിയാ, വട മതിയാ? ചൂട് വട. ഇറ്റ്സ് ബീൻ മലയാളം വ്ളോഗാണ് ഇംഗ്ലീഷ് വ്ളോഗാണ് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ 3 മണിക്കൂറായി ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്. മെറിലണ്ണൻ ഇപ്പോഴും ലോക്ക്ഡ് ഇൻ ആണ്, സ്റ്റിൽ വർക്കിംഗ്. എന്തായി മെറിലണ്ണ? ലോഗൗട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ ഓക്കെ. ആൻഡ് ഞങ്ങൾ രവിയണ്ണൻ്റെ അടുത്ത് പല പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. രവിയണ്ണ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ലല്ലേ? ഇല്ല ഇല്ല, ഞാൻ പോലും അറിയാതെ ഞാൻ ഹൈ റേഞ്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈ റേഞ്ച്. നമ്മുടെ വഴികളൊന്ന് കാണാം. അശ്വത്ഥാമയ്ക്കും സ്പൈഡർമാനും ഒക്കെ ഓക്കെ അല്ലേ അണ്ണാ അവിടെ? സേഫാണ് സേഫാണ്. ഓക്കെ സേഫാണ് സേഫാണ്. സ്പൈഡർമാൻ ഓക്കെ, ഗുഡ് ഗുഡ്. Spider-Man is feeling good with Vaishak, Sabu, Ravishankar and Meryl. Feeling blessed. Spider-Man's status, feeling blessed and happy to visit Murugan. അപ്പോൾ ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. സൂത്രക്കറിയൊക്കെ വയറ് വേണ്ട അണ്ണം കഴിക്കില്ലേ? സൂത്രക്കറിയൊക്കെ വയറിന് എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ. എന്താണ് കഴിക്കാൻ പോണേ? പൊങ്കൽ. ഓ പൊങ്കലുണ്ടല്ലേ? അങ്ങനെ പൊടി ദോശ തിരിച്ചു വരുമ്പോഴേ പറയുന്നത് ഗൈസ് മെറിലണ്ണന് പൊറോട്ട കഴിക്കണം. ഞാൻ പറഞ്ഞ അമ്പലത്തിൽ പോണതിന് പൊറോട്ട കഴിച്ചാൽ പണി കിട്ടും. എങ്ങനെയുണ്ട് ഇഡ്ഡലി? ഓക്കെ സത്യം പറഞ്ഞോ? പൊടി ദോശ പൊളിയാണ്. I like to move it. I like to. Guys, Merillanna is not devoted. He wants to see old item songs in Tamil. അപ്പൊ കാപ്പി കുടിക്കാം അല്ലേ? ഞങ്ങൾ ചായയും കാപ്പിയും ഇന്ന് കഫീൻ ഉണ്ടാക്കുമ്പോൾ മെറിലണ്ണൻ മിറിണ്ട കുടിച്ച് കഫീൻ ഉണ്ടാക്കും. നമ്മളപ്പം തിരുനെൽവേലി ഒരു 2 കിലോമീറ്ററിലെത്തും. സമയം 9:10 ആകുന്നു. ഇനിയൊരു 1.5 മണിക്കൂറിൽ നമ്മൾ തിരുച്ചെന്തൂർ എത്തുന്നതായിരിക്കും. മെറിലണ്ണന്റെ പുതിയ കളിപ്പാട്ടം. അങ്ങനെ ഞങ്ങൾ തിരുച്ചെന്തൂർ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഹരി അയ്യർ റെസിഡൻസി. തുറക്കൂ ബാഗ് എടുക്കൂ ഗായ്സ്. കടലമ്മ പറ്റുന്ന കേട്ടത് ഫുൾമൂണല്ലല്ലോ ഇത്. എന്ത് മൂണാണോ? വാട്ട് ഈസ് ദിസ്? കാമിക്കല്ലൊക്കെ ആയിട്ടാണ് നമ്മുടെ മെറിലണ്ണൻ ഇവിടെ വന്ന് ചമ്മന്തി ഉണ്ടാക്കാനുള്ള പ്ലാൻ.
So day 1 is over, guys. So how does it feel to be in Tiruchendur? Great. Weather is good. പിന്നെ ബീച്ച് കാരണം നല്ല കാറ്റുണ്ട്, അടിപൊളി. Hey Adiyogi. What is the new book? Can you show that you bought? At the feet of Bhagavan. Oh, okay. You guys are going to Tiruvannamalai, right? Okay. So before going, you can read this. Oh, nice. Thank you, Anna. And You we can have ഇതാണ് മറ്റേ Master from the bottom. ഞാൻ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ബുക്ക് വായിക്കണം. ഞാനും ഫോൾഡ് ചെയ്യും കേട്ടോ. പക്ഷെ ബുക്ക് വായിക്കണ ഒരു ട്രൂ ബുക്ക് enthusiasts don't like folding it. They will kill you. Okay guys, show our snacks that we bought. So yeah, we have tomato muttu, peanut sticky, and കല്യാണി. അത് ലേഹിയായിരിക്കും. this is for Vaishakante ലേഹ്യം. അതിന് മാത്രം എക്സ്ട്രാ പ്രോട്ടീൻ. ലഡു മാത്രം. മധുര മീനാക്ഷി ലഡു നമുക്ക് കഴിച്ചു കിട്ടും. That's the snacks. Plan is tomorrow we'll wake up we'll leave here by 6. Yeah. Marlana will do Shambhavi. Both of us we won't. We will get up, go to temple, Let's see what will happen tomorrow. and we'll come back and do practice. Okay. So good night everyone. See you tomorrow. Good morning everyone. Welcome back to the vlog. It's 6 a.m. and we thought since it's the eastern side of India, we'll go and see the sunrise. നമ്മൾ സൺറൈസ് ഒക്കെ കണ്ട് മെർലണ്ണൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിക്കറൊന്നും ഇട്ട് അമ്പലത്തിൽ കേട്ടില്ല. അമ്പലം നിക്കർ മാൻ, യു ബ്ലഡി ഫോറിനർ, യുവർ നിക്കർ ദേർ നോ a shirt. Correct. Anna, tell me more about Tiruchendur temple. Significance. Scripted guys. So we'll check. I don't know much significance. So in this book, each temple significance is given. So we'll find Tiruchendur temple. Yes. Arulmuggu Subramanya Swami temple, Tiruchendur. Unlike all temples atop hills and mountains that host Lord Murugan's deity, the Tiruchendur temple is the only Muruga Kshetra that faces the sea. Legendary tales say that it was one of those holy shores that Lord Murugan defeated Asura king Suryapadman and his army, thus releasing Lord Indra. This defeat is famously termed the Sura Samharam. To this date, Sura Samharam is celebrated with great reverence at all temples dedicated to Lord Murugan, especially at Tiruchendur temple. From the earlier chapters, you know that I too was once instructed by the divine to spend a night at Tiruchendur temple. It is indeed a true miracle that this temple facing the sea was untouched by the 2004 tsunami. So that is the significance of the Tiruchendur temple. So I hope you guys visit us, but don't visit during this time, guys. Yeah, we have not been able to get darshan. So we'll wait, we'll take rest in our room and then we'll go back and stay in the queue. That's the plan. Yeah, yes, Anna, definitely. Thank you. വന്നത് കുറച്ച് റഷ് ടൈമിലാണ്. ഇവിടെ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നത്. നല്ല തിരക്ക്. മുന്നേ തന്നെ നല്ല തിരക്കാണ്. എൻ്റെ അമ്മ നല്ല തിരക്കല്ലോ. നമുക്ക് സൺറൈസ് ആണ് ബീച്ചിൽ പോകണ്ടേ? I think we have reached the entrance of Tiruchendur temple. നല്ല കല്ല് ചെരുപ്പെടുക്കാൻ. ഫസ്റ്റ് വ്യൂ ഓഫ് ടെമ്പിൾ.
Guys, this is Ravi Anna's shop. What is your shop's name, Ravi Anna? Anbu tattoo with love. നമ്മൾ വന്ന സമയം റോങ് ബിഗില് കുമാരി കാണ്ടം ടൈമാന്ന് തോന്നുന്നു. പണി കിട്ടി ദർശനമായ ഭാഗ്യം. പക്ഷെ നല്ലൊരു വിഭൂതിയുടെ മണാണോ? ഒരു ഡിപ്പെടുത്തിട്ട് അല്ലേ? സൂരജണ്ണ നിങ്ങളാ പണിഞ്ഞോ യോഗിക് ബോഡി. ടാറ്റു ആർട്ടിസ്റ്റ് പ്രൊഫഷണൽ ടാറ്റൂസ് ഫ്രം അംബൂസ്. എന്താണ് അംബൂസാ ഇപ്പൊ കണ്ടത്? Tattoo by Ravi Annan. Please visit our Anbu Tattoo in Tiruchendur. For safe brand outlet. How safe is it? No hepatitis, nothing they'll get. No, only AIDS. Merlana, how successful was our first visit to Tiruchendur? Just try flop ആയി. One flop ആയി guys. നമുക്ക് ദർശനം പോയിട്ട് കാണാനും കൂടി പറ്റില്ലല്ലോ. അതിന്റെ ക്യൂവിന്റെ അടുത്ത് പോലും എത്താൻ പറ്റില്ല. So therefore there are two queues, the 100 rupee queue, too big. Then free queue, big. That is like kind of rooms. They have like rooms and each queue goes into room. So one hour there said if you stand here by 7, you can take darshan by 11 a.m. So guys, we thought there is a Jiva Samadhi, Mover Jiva Samadhi. We'll go there, do our sadhana and then go back to room and wait till evening. To ask permission. അതെ ശരിയാ. നമുക്ക് ഗണപതിയുടെ അമ്പലം കണ്ടില്ല തേങ്ങ ഉടക്കാനുള്ള. That's why we didn't go to darshan, you know. Ganapati needs to allow. നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഗണപതിക്ക് പോയി തേങ്ങ ഉടക്കാം. മെർലണ ഇഡ്ലി ദോശ പൂരി വടൈ പൂരി വടൈ ശാംഭവി ഓർ ഇഡ്ലി ദോശ പൂരി വടൈ. പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു മിനിറ്റ് പിടിക്കാം. അതെ സണ്ണെത്തി. So just besides the temple, far away, you can come near Mover Samadhi's place and do your practice. Very peaceful place. Yes, not much people. You can easily sit. And do your sadhana. എന്തൊക്കെ ചെയ്ത് മെർലണ്ണ? Yogasanas. So cool. എന്നിട്ട് ഭക്ഷണം കഴിക്കണ്ടേ ഇനി? ഇനി പോവാം. ഗണപതിക്ക് തേങ്ങ ഉടച്ചിട്ട് ഭക്ഷണം കഴിക്കാം. ഗണപതിക്ക് തേങ്ങ ഉടക്കണം. എൻ്റെ അടുത്ത് ഇത് ശംഖൊരെണ്ണം മേടിക്കാൻ നമ്മുടെ. Before entering the Tiruchendur temple, you are supposed to break a coconut in the nearby Ganapati temple. So here we are trying to get the Ganapati temple coconut. Yeah, blast! Let's go, Bobo Blast. And finally, moment of truth. നമുക്ക് പരിപ്പുവടയും മെതുവടയാണ് ഗൈസ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മെർലണ്ണ only took മെതുവട. Waiting. ചൂട് കുറച്ച് കുറവാ അല്ലേ? ചൂട് ഗൈസ്.
second attempt ആണ്. Yeah, this time we'll definitely. Oh, we'll take the 100 rupee queue. Oh, തുറക്കണം. La 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 la. La 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 la. Give me the la 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 la. La 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 la. So after standing for 2 hours, നമുക്ക് ദർശനം കിട്ടി മുരുകന്റെ ഭഗവാന്റെ. എങ്ങനെയുണ്ടായിരുന്നു മെർലണ്ണ? പായസം was very tasty. പായസം. was super. So stay in the 100 rupee queue guys. You can see in 2 hours. Free queue എനിക്ക് 2.5-3 മണിക്കൂർ എടുക്കുമായിരിക്കും. More than 2 hours, guys. And now we are going to Madurai to see the other 2 temples in the Arpadai Veed. I will read out its significance from the book as we reach there. And now our Murugan is hungry. Sutra Murugan is hungry. Yes. പസിക്കത്. പസിക്കത് എന്നാണ് തമിഴിൽ വിശക്കണേന്ന് പറഞ്ഞത്. പസിക്കത് ഗായ്സ്, പസിക്കത്. Sutakriya, my friend Arpita asked what is the significance of coconut breaking? Ego breaking. Okay. Coconut signifies skull. Okay. So you break your skull. We will break our skull. Skull is equal to ego. Do you think this is right, Marlana? Or? No, I heard that it helps to, like, when we broke coconut, it helps to destroy our blocks. Inside blocks? No, yeah. Mental blocks? Yeah, mental blocks. I don't know what kind of blocks. I was talking about the significance in the sense philosophy. Okay. Philosophy alla. It's not philosophy. It's the meaning behind that symbolism of coconut. I think it's just to make coconut chutney, guys. If you see around temples, there are a lot of nice vada sambar. So with that, you need chutney. So we break coconuts. Hello. Yeah. ഇതാണ് സുഹൃത്തുക്കളെ ഞാൻ കണ്ട സ്വപ്നം. ചുറ്റും മഞ്ഞപ്പൂക്കളും പച്ചമരങ്ങളും. Hello guys. Come for Kumbh Mela. Take Shahi Snan. സൂര്യകാന്തി. Do Shambhavi. Go for inner engineering, guys. He's fully bloomed. He's fully engineered. Don't be like this guy. Be like this guy. This guy. This is our guy, not this guy. നമ്മളിപ്പം തിരിച്ചെന്തോന്ന് മധുരയ്ക്ക് പോണ വഴിക്കാണ് ഈ അടിപൊളി സൺഫ്ലവേഴ്സ് കണ്ടത്. അങ്ങനെ നമ്മൾ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇനി മധുരയിലോട്ടൊരു 1 hour കൂടി എടുക്കും. നമ്മൾ ഓർക്കണം മധുര മീനാക്ഷി ടെമ്പിളിൽ പോയിട്ട് ഞങ്ങളൊരു Airbnb ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ യു ടേക്കൻ ആൻ Airbnb, വിൽ ഗോ ദെയർ ആഫ്റ്റർ മധുര മീനാക്ഷി ടെമ്പിൾ. It's almost 6:20. We'll do presence time in the car and then we will leave. And Marlana is posting on Instagram. Boomerang posting. അപ്പോൾ അടിപൊളി. Actually, how the eye sees it, I'm not able to capture it in the video. It's too beautiful. Actually, you can. കാണോ? അപ്പുറത്തെ like അപ്പുറത്തെ ക്യാമറ ഇടാമല്ലോ. കണ്ട ഒരു വൃത്തിയുടെ ഉണ്ട് അവിടെ നടക്കിങ്ങനെ. വൃത്തികേട്. ഓക്കെ. ഓ ഇപ്പോൾ അടിപൊളിയല്ലേ? ഇത് കൊള്ളാം. അടിപൊളി. ഒരു വൃത്തികേടാണ്. ഓ ഇങ്ങനെയുള്ളപ്പോൾ കൊള്ളാട്ടാ. Hello guys, we have just been initiated into Shambhavi. Now we are completing our mandala. 40 days, twice a day. And after that, what is for 6 months? One more time in this week at Madurai Meenakshi temple. And there are a lot of parking guys under the temple, so you don't need to worry about parking. Come with your car, park. And ഇപ്പൊ നൈറ്റ് ആയതുകൊണ്ടായിരിക്കാം. അല്ല ഇനിയും കാണും അണ്ടർഗ്രൗണ്ടിൽ താഴെ കണ്ടയാണ്. Hey guys, so after Madurai Meenakshi temple, how are you guys feeling? So blessed. ഇയാളെക്കൊണ്ട് വലിയ തോലിയാ. ഇവിടെ ക്ലീശ അല്ലാണ്ട് വേറെ ഒന്നും പറ. തന്നോടാ ഫുഡ് കഴിക്കട്ടെ ഞാൻ പറയാം.
അങ്ങനെ തന്നെയാണോ അങ്ങനെ ഹംഗ്രി മാൻ തലവേദന എടുക്കുന്നു ഹംഗ്രി. ഇഡ്ലി, സൂപ്പർ ഇഡ്ലി കഴിച്ചു. sambar. അടിപൊളി. Going to do an inception. Show them the inception Sutakriya. Inception. Vaishakandan is putting status train. We are looking to see 1, 2, 3, 3. Status train guys. Status. ഇനി വേറൊരു ഫോൺ എടുത്ത് ഇതിന്റെ വീഡിയോ എടുക്കാം. Now this is also going to come again. So Sutakriya is having paneer. Paneer dosa. And this is mushroom. Mushroom dosa. Are you feeling blessed? Not so hot. We have reached our BNB Air. How is it? Lovely cute. Merlana and Ravi Shankar tattoo. വെള്ളം ഉണ്ടോ അവിടെ കിച്ചണിൽ? ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഗൈസ്. We have fridge, we have water. Merlana will be cooking for us tomorrow. അതിന്റെ അടിയിൽ ഒരു ഇതുണ്ട്, മാട്രസ് ഉണ്ട് കട്ടിന്റെ അടിയിൽ. We'll have coffee. ആരാ ബെഡ് കോഫി ഉണ്ടാക്കണ? Come on, Sutakriya. This Anna is making me minimalist. See, I can't stop scrolling. Doom scrolling. I can't even start reading this because I am scrolling. No.